السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: العلم حياة الإسلام وعماد الدين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട ഈ പള്ളിയിലെ മുദ്ദരിസും എൻ്റെ സുഹൃത്തുമായ മുഹമ്മദ് അലി ദാരിമി അവറുകളെ, ബഹുമാനപ്പെട്ട കുഞ്ഞുമാം ഫൈസി അവറുകളെ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടിലെ കാരണവന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, ഈ കൊല്ലം സനദ് വാങ്ങിയ ആലിമീങ്ങളെ, ഇൽമ് സനദിന്റെ പേര് നിബ്രാസി സനദ്, മുഹമ്മദ് അലി ഫൈസി ദാരിമി കരേക്കാട് 30 കൊല്ലം ദർസ് നടത്തി. ഇവിടെ വന്നിട്ട് 8 കൊല്ലമായി. 8 കൊല്ലം പഠിച്ചാൽ കിട്ടുന്ന സനദാണ് ഈ നിബ്രാസി സനദ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുതല്ല, ഒരു ചെറിയ വിഷയമല്ല ഇൽമ് എന്ന് പറയുന്നത്. ആലിമാവുക എന്ന് പറഞ്ഞാൽ നല്ല കഠിനാധ്വാനം വേണം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ശർഈയായ അറിവ്, ഹയാത്തുൽ ഇസ്ലാം അത് ഇസ്ലാമിൻ്റെ ജീവാണ്. ശർഈയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ആ ഇൽമ് കിട്ടാൻ അനേകം അധ്വാനം വേണം. ഫിഖ് 4 റുബു ആണ്. 1 റുബുൽ ഇബാദത്ത്, 1 റുബുൽ മുആമലാത്ത്, 1 റുബുൽ മുൻജിയാത്ത്, റുബുൽ മുഹ്ലികാത്ത്. ഈ 4 വിഷയങ്ങളും ശരിക്കും മനസ്സിലാവണം, എന്നാലേ ഒരു ആലിമ് എന്ന് പറയാൻ പറ്റൂ. അതാണ് അൽ ഇൽമു, ആ അറിയപ്പെട്ട ഇൽമ്, ശർഈയായ ഇൽമ്. അത് ഹയാത്തുൽ ഇസ്ലാം,
ഇസ്ലാമിൻ്റെ ജീവൻ നിങ്ങളെ കയ്യിൽ ഇപ്പം ഇസ്ലാമില്ലേ, ആ ഇസ്ലാമിനിക്ക് ജീവ് വേണോ? നിങ്ങൾക്ക് അറിവ് വേണം. അറിവ് എന്ന് പറഞ്ഞാൽ വായിക്കാൻ കഴിഞ്ഞാൽ പോരാ, കിതാബിലുള്ള കാര്യങ്ങൾ ശരിക്ക് തിരിയണം. എന്നാലാണ് ആലിമ് എന്ന് പറയാൻ കഴിയും. എൻ്റെ മുത്താലിങ്ങളോട് ഇപ്പം സനത് വാങ്ങിയ ആലിമീങ്ങളോട് ഞാൻ പറയുന്നു, കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് ഒരു മാദ്ദ, ഇൽമിൻ്റെ ഒരു മാദ്ദ, ഒരു മലക്ക കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യണം? അത് വലുതാക്കിയെടുക്കണം. ഉസ്താദിനടുക്ക് വന്ന് കാണണം, സംശയങ്ങൾ ചോദിക്കണം, കിതാബ് മുതാല ചെയ്യണം, കിതാബ് നോക്കണം. ഇന്ന് കിതാബ് നോക്കണ അത് വളരെ കുറഞ്ഞ ആളുകളാണ്. കിതാബ് എല്ലാവരും നോക്കണം. കിതാബ് നോക്കിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ കിതാബ് ദർസില്ലാത്ത മൊയ്യന്മാർ കിതാബ് നോക്കൂല. കിതാബ് നോക്കുക എന്നുള്ളതൊരു ഇബാദത്താണ്. ഞാൻ ഇബാദത്ത് എടുക്കുന്നു, നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ നിസ്കരിക്കൂലേ, സുന്നത്ത് നിസ്കരിക്കൂലേ, അതുപോലെ നീ കിതാബ് എടുക്കുക, മറിച്ചു വെക്കുക. പഴയ ആലിമീങ്ങളൊക്കെ വെറുതെ ഇരിക്കൂല, അങ്ങനെ കിതാബ് നോക്കും. ഞാൻ ഒരു ദിവസം പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ പഠിക്കണ കാലത്ത് നാട്ടിൽ വരും. എല്ലാ ആഴ്ചയും വരില്ല, ഒരു മാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ വരും. അപ്പോൾ ഞാൻ പള്ളിയിലാണ് കിടക്കൽ, ഓമച്ച പുത്തമ്പള്ളിയിലാണ് ഞാൻ കിടക്കൽ. എന്നാലും ഞാൻ കിതാബ് നോക്കിക്കൊണ്ട് 12 മണി വരെ ഇരിക്കും. 1 മണിക്കൊക്കെ കരിങ്കപ്പാറ ഉസ്താദ് ഇങ്ങനെ കിതാബ് നോക്കുന്നുണ്ടാവും. 1 മണിക്ക് കരിങ്കപ്പാറ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വയസ്സനാണ്. മരിക്കുമ്പോൾ 84 വയസ്സുണ്ട്. ഞാൻ ജാമി പഠിക്കുന്ന കാലത്തൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുക, വളരെ പ്രായമുണ്ട്. എന്നാലും എന്ത് ചെയ്യും, കിതാബ് ഇങ്ങനെ നോക്കും. എന്താപ്പാ നോക്കുന്നത്? തിരിയാത്തത് നോക്കുക. കിതാബ് നോക്കലൊരു ഇബാദത്താണ്. ആ നിലക്ക് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, കിതാബ് നിലക്ക് നോക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ആലിമീങ്ങളാവൂ. എൻ്റെ മുത്താലിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നു, വലിയ സ്ഥാനമാണ് നാളെ ആഖിറത്തിൽ, ദുനിയാവിലും നാളെ ആഖിറത്തിലും ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. ആ മുത്താലിമീങ്ങളായ ആളുകളെ നിങ്ങൾ ആലിമീങ്ങളാവണം. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ, യർഫഇല്ലാഹു, അല്ലാഹു ഉയർത്തും. അല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട ആളുകൾക്കും അല്ലാഹു ഉയർത്തും. ദറജാത്തിൻ, പല ദറജകളെ, പല പദവികളെ അല്ലാഹു ഉയർത്തും. ഇൽമുള്ള ആളുകൾക്കും മുഅ്മിനീൻ ഈമാനുള്ള ആളുകൾക്കും അല്ലാഹു ഉയർത്തും. ദറജാത്തിൻ, പല ദറജകളെ അല്ലാഹു ഉയർത്തും. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, കഴിവിൻ്റെ പരമാവധി പടച്ചോനെ ഞാൻ ഒരു ആലിമാവണം എന്ന് എല്ലാവരും നിയ്യത്ത് വെക്കണം. രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, നാട്ടിലെ കാരണവന്മാരോട് ഞാൻ പറയുന്നു, കുട്ടികൾക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കണം. മോനെ എല്ലാം കിതാബ്, എനിക്ക് എന്ത് കിതാബ് ഇനി വേണ്ടത്, എനിക്ക് എന്ത് കിതാബ് വേണ്ടത്, ഞാൻ വാങ്ങിത്തരാം. ഇങ്ങനെ കുട്ടികളെ, രക്ഷിതാക്കള്, നാട്ടിലെ ഉമറാക്കള്, നാട്ടിലെ സ്വാലിഹീങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു, ഒരു കുട്ടിയെ ഒരു കുട്ടി ആലിമാവാൻ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു ആലിമാക്കി തീർക്കണം. ഓരോ കുട്ടിയും ആലിമാവണം. ആലിമാകുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു പദവിയാണ്. അത് എല്ലാവർക്കും കഴിയൂല, കഠിനാധ്വാനം ചെയ്യണം. ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം കേട്ടില്ലേ, ഇൽമ കിട്ടാൻ കഠിനാധ്വാനം വേണം. കഴിവിൻ്റെ പരമാവധി ഉറക്കൊഴിച്ച് കിതാബ് നോക്കണം. ഞാനൊക്കെ പഠിക്കണ കാലത്ത് 12 മണിൻ്റെ ഇങ്ങിൽ ഉറങ്ങിയ ഓർമ്മയില്ല. രാത്രി 12 മണിൻ്റെ ഇങ്ങിൽ
ഉറങ്ങിയ ഓർമ്മയില്ല, എപ്പോഴെങ്കിലും വീണ് കിടന്ന് ഉറങ്ങിക്കണം എനിക്കറിയില്ല, കരുതി കൂട്ടി ഉറങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കുന്നോടത് നാട്ടിൽ ഇല്ല, നാട്ടിൽ ഇവരെ ഞാൻ ഇവിടെ കിടക്കല് ഒമച്ച പുത്തമ്പള്ളിയിലാണ് കിടക്കല്. അത് ആ പള്ളിയിലും ചെയ്യും, മുത്താലിങ്ങളൊക്കെ ഉറങ്ങിയാലും ഞാൻ ഉണ്ടാവും ചെരുവിലിരുന്നിട്ട് ഇങ്ങനെ കിതാബ് നോക്കണം. ആ നിരക്കാണ്. അങ്ങനെ അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾ അലിമീങ്ങളാവുകയുള്ളൂ, നമ്മൾ ഇൽമുള്ള ആളുകളാവുകയുള്ളൂ. അതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അൽ ഇൽമു ശർഈയായ ഇൽമ്, ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവാണ്. നമ്മളൊക്കെ ഇപ്പൊ ഇസ്ലാമില്ലേ, ആ ഇസ്ലാമിനക്ക് ജീവാണോ, നമുക്ക് അറിവാണോ. വഇമാദുദ്ദീൻ, നമ്മുടെ കയ്യിലുള്ള ദീൻ ഇസ്ലാം ദീൻ. ആ ഇസ്ലാം ദീന്റെ തൂണേതാ, അറിവാണ്. കഴിവിൻ്റെ പരമാവധി ശരിക്കും മുത്തഅല്ലിങ്ങൾ ശരിക്കും ഓതി പഠിക്കണം. കഴിവിൻ്റെ പരമാവധി ലാസിയമ നഹ്വിൻ്റെ കിതാബുകൾ, അൽഫിയ നല്ലോണം ഓതി പാടാക്കണം. കഴിവിൻ്റെ പരമാവധി അൽഫിയ, ഖറാത്ത്, മറാത്ത്, ഇങ്ങനെ ബെയ്ത്ത് ഇങ്ങനെ നല്ലോണം ചെല്ലുക. ഓരോ ബെയ്ത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം ആലോചിക്കുക, തെർക്കീബ് നോക്കുക. അന്നലക്കാവുമ്പോൾ അലിഫ ശരിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കിതാബ് തിരിഞ്ഞു. അലിഫ ശരിക്ക് മനസ്സിലായാൽ കിതാബ് തിരിഞ്ഞു. അലിഫ തിരിഞ്ഞാലോ അതിൻ്റെ ശേഷമുള്ള എല്ലാ ഫന്നുകളും നമുക്ക് എന്ത് ചെയ്യാൻ തിരിക്കാൻ സാധിക്കും. ശറഹ് തഹ്ദീബ്, കുതുബി, എല്ലാ കിതാബുകളും നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതിന് അലിഫ എന്ത് ചെയ്യണം, നല്ലോണം മനസ്സിലാക്കണം. അതിന് കഴിവിൻ്റെ പരമാവധി മുത്തഅല്ലിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അധ്വാനിച്ച് പഠിക്കണം. രാത്രി ഉറക്കൊഴിക്കണം, എന്നാലേ ഇൽമു കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വയസ്സന്മാരായി, നരച്ച ആളുകളായി, നമ്മളൊക്കെ നന്നാവണം, സ്വാലിഹീങ്ങളാവണം. എപ്പോഴാ മരണം വരിക അറിയില്ല. പെട്ടെന്ന് അന്ന് ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് മരിക്കാണ്. രോഗമില്ല, എന്താ ഇന്നാൾ മരിക്കാൻ കാരണം, അസ്രായിൽ പിടിച്ചു, ഇത്രയുള്ളൂ, ഒരു കാരണവുമില്ല. നിലക്ക് മരണം ജാസ്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ന് മരണം വരികയാണെങ്കിലും, എപ്പോ മരണം വരികയാണെങ്കിലും ആ മരണത്തെ സ്വാഗതം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അതിന് കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ ഇബാദത്തെടുക്കണം. കഴിവിൻ്റെ പരമാവധി ഇബാദത്തെടുക്കണം. ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനമായ ഒന്നാണ് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. നിങ്ങളൊക്കെ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടാവില്ല, ആരും ഖളാക്കലുണ്ടാവില്ല, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. നിസ്കരിക്കില്ലേ രാത്രി? ഇല്ലേ? നിസ്കരിക്കണം. നമ്മളൊക്കെ നിസ്കരിക്കണം. ഞാൻ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിക്കണം. രാത്രി നേരത്തെ കെടുക്കണം. രാത്രി ഭക്ഷണം കഴിക്കുക, എന്താ ചെയ്യുക, ഒരു യാസീൻ ഓതുക, പിന്നെ ഒരു തബാറക സൂറത്ത് ഓതുക, ഇദാ വഖഅത്തി ഓതുക, സൂറത്തു സജദ ഓതുക, വേഗം കെടുക്കുക. തടിങ്ങളല്ല കേട്ടോ, തടിങ്ങൾ പാന്നുകൊണ്ട് കിടക്കരുത്, കെടുക്കുക. പിന്നെന്താ ചെയ്യുക, അലാറം വെക്കുക. 4 മണിക്ക് അല്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ 4:50 4:45 അലാറം വെക്കുക. ഇപ്പം 5:30 വാങ്ങ്. എന്നിട്ട് എഴുന്നേറ്റ് കുളിക്കേണ്ട ആളുകൾ പോയി കുളിച്ചു, ഒളുണ്ടാക്കി തഹജ്ജുദ് നിസ്കരിക്കുക. എന്താ നിയ്യത്ത് വെക്കുക, ഉസല്ലി സുന്നത്ത സ്വലാത്തി തഹജ്ജുദ് റകഅത്തൈനി ലില്ലാഹി തആല. 2 റകഅത്ത് തഹജ്ജുദ് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. 2 റകഅത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെ 2 റകഅത്ത്, എന്നൊരു 4 റകഅത്ത് എന്നും പതിവാക്കുക. ആ നിസ്കാരങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ, അത് അള്ളാഹിനെ പേടിച്ചതിൻ്റെ പേരിൽ മാത്രമാണ്.
എന്നും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ? ഈമാനോട് കൂടിയേ മരിക്കൂ. അള്ളാനെ പേടിച്ചതിന്റെ അടയാള രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ, ഈ വലിയ ദർസ് നടത്തുന്ന ആളുകള്, ഈ മുത്താലിങ്ങളെ വളർത്തുണ്ടാക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. സ്ത്രീകളും പുരുഷന്മാരും രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് എത്ര റക്അത്താ? എപ്പോഴതിൻ്റെ സമയം? രാത്രി ഒരു ഉറങ്ങിയ സമയം കടന്നു. ആ ഉറങ്ങല് മഗ്‌രിബിന്റെ ശേഷമാണെങ്കിലും ശരി, ഒരു ഉറങ്ങിയ സമയം കടന്നു. പിന്നെ നേരം വെളുക്കോളം നിസ്കരിക്കുക. പക്ഷെ അങ്ങനെ നിസ്കരിക്കരുത്. എന്ത് ചെയ്യാ? നിങ്ങൾക്ക് പതിവാക്കാൻ സാധിക്കുന്നത് മാത്രം പതിവാക്കുക. എന്നും ഒരു 4 റക്അത്ത് പതിവാക്കുക. റക്അത്തിനൊക്കെ എണ്ണയില്ല ഷാഫിഈ മദ്ഹബില്. ഹനഫി മദ്ഹബില് 12 റക്അത്താ, ജമാഅത്ത് സുന്നത്താ. ഷാഫിഈ മദ്ഹബില് എന്തില്ല, ജമാഅത്ത് സുന്നത്തുമില്ല, റക്അത്തിനൊക്കെ കണക്കുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നിയ്യത്ത് ഉസല്ലി സുന്നത്ത സ്വലാത്തി തഹജ്ജുദ് റക്അത്തൈനി ലില്ലാഹി തആല. എന്നും നിസ്കരിക്കുക. ഫാത്തിഹ സൂറത്ത് ഓതുക, നിങ്ങൾക്ക് കിട്ടുന്ന സൂറത്ത് ഓതുക. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ എന്നെ മുസ്ലിമാക്കി നീ മരിപ്പിക്കണം, സ്വാലിഹീങ്ങളോട് ചേർക്കണം പടച്ചവനെ. അതിങ്ങനെ ആവർത്തിച്ച് ചേർക്കണം. അള്ളാഹുവേ എൻ്റെ അസുഖങ്ങളൊക്കെ നീ സുഖമാക്കി തരണം, എൻ്റെ മക്കളെ സുഖമാക്കി തരണം, ഒക്കെ തീർക്കുക. എങ്ങനെ എന്ത് ചെയ്യുക? അല്ലാഹുവേ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളോട് ചേർക്കണം. കാര്യമായിട്ട് ആ ദുആ ദ്വാരക്കണം. നമ്മളെല്ലാവരും മരിക്കുന്ന ഉറപ്പല്ലേ? അയ്യോ സംശയം ഉണ്ടോ? ഇല്ല, ആയി സംശയമില്ല, എല്ലാവരും മരിക്കും. എന്നാ അല്ലാഹുവേ മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണം, സ്വാലിഹീങ്ങളോട് ചേർക്കണം പടച്ചവനെ. ഇല്ലിയീൻ എന്ന സ്വർഗത്തിൽ ഇഷ്ടംപോലെ സാലിഹീങ്ങളാണ്. ആ സാലിഹീങ്ങളോട് എന്നെ നീ ചേർക്കണം പടച്ചവനെ. എന്നും രാത്രി അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? തഹജ്ജുദ് ചെയ്തു. എന്നാ തീർച്ചയാണ് നമ്മളൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ നന്നാവും. അള്ളാഹു സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ പെടുത്തിത്തരട്ടെ. സുഹൃത്തുക്കളെ, ഈ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങളെ കൂട്ടത്തിൽ വളരെ പ്രധാനം. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് തഹജ്ജുദ് ഫർളായിരുന്നു. പിന്നെ അത് മൻസൂഖായി. തഹജ്ജുദ് അഷ്റഫുൽ ഖൽഖിന് സുന്നത്തായി. നമുക്കും സുന്നത്ത്, തങ്ങൾക്കും സുന്നത്ത്. ആ തഹജ്ജുദ് അഷ്റഫുൽ ഖൽഖ് നമുക്ക് നന്നാക്കി പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്ത്രീകളും പുരുഷന്മാരും തഹജ്ജുദ് നിസ്കരിക്കണം. അതുപോലെ തന്നെ എന്നും രാവിലെ സുബൈ നിസ്കരിച്ച് വിശുദ്ധ ഖുർആൻ ഓതി അല്പം ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി, പിന്നെ വെയിലുദിച്ച് ഒരു 7 മുഴം പൊന്തിയാൽ, ഒരു ചുരുങ്ങിയത് 7:30 മണി ആയി കഴിഞ്ഞാൽ എല്ലാവരും ളുഹാ നിസ്കരിക്കണം. ളുഹാ നിസ്കരിക്കില്ലേ? ഇല്ലേ? കുട്ടികളൊന്നും ഉണ്ടാവും, ചിലപ്പോൾ അവരും നിസ്കരിക്കും. പക്ഷെ എന്താ ചെയ്യുക? എന്നും ഉണ്ടായിക്കോളില്ല. അവരൊക്കെ ചെറിയ കുട്ടികളല്ലേ. പ്രായമുള്ള നരച്ച ആളുകളോട് ഞാൻ പറയുന്നത് ദയവായിട്ട് ഒഴിവാക്കരുത്. ളുഹാ നിസ്കാരം ഒഴിവാക്കരുത്. മൻ ദാവമ അലാ സ്വലാത്തി ളുഹാ ഗുഫിറത് ദുനൂബുഹു വഇൻ കാനത് അക്സറ മിൻ സബദിൽ ബഹർ. മൻ ദാവമ അലാ സ്വലാത്തി ളുഹാ, ളുഹാ നിസ്കാരത്തിന്റെ മേൽ ആരെങ്കിലും പതിവായാൽ ഗുഫിറത് ദുനൂബുഹു, അവന്റെ ദോഷങ്ങളെ പൊറുക്കപ്പെട്ടു. പൊട്ടു എന്ന് പറഞ്ഞാൽ പൊറുക്കപ്പെടും. വഇൻ കാനത്ത്, അവന്റെ ദോഷങ്ങളാണെങ്കിലും ശരി, അക്സറ മിൻ സബദിൽ ബഹർ, സമുദ്രത്തിലുള്ള നൊരപ്പുണ്ടികളെക്കാൾ ജാസ്തി ഉണ്ട് ഓൻ്റെ ദോഷങ്ങൾ, എന്നാലും പൊറുക്കപ്പെട്ടു. നിങ്ങളെ ദോഷങ്ങൾ സമുദ്രത്തിലുള്ള താന്നൂര് കടൽ എന്നല്ല, സമുദ്രം ആ വലിയതാണ്, ഭൂമിയേക്കാൾ എത്രയോ വലുപ്പമുള്ളതാ സമുദ്രം. ആ സമുദ്രത്തിൽ ഇഷ്ടം പോലെ നരപ്പുണ്ടികൾ ഉണ്ടാവും.
ആ നൊരപ്പുണ്ടികളെക്കാൾ ജാസ്തി ഉണ്ട് നിങ്ങളെ ദോഷം, എന്നാലും പൊറുക്കപ്പെടും. ഇപ്പോ ളുഹ നിസ്കരിച്ചാലല്ല, ളുഹ പതിവാക്കിയ ആരെങ്കിലും ളുഹ നിസ്കരിച്ചാലല്ല, ളുഹ എന്നും നിസ്കരിച്ചാൽ ളുഹാന്റെ മേൽ പതിവായി, ളുഹ ഒഴിവാക്കൂല. പള്ളിയിൽ വരുമ്പോൾ കല്യാണ നിശ്ചയം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ പള്ളിയിൽ നിക്കാഹ് ഉണ്ടാവും രാവിലെ, അപ്പോഴെ മാത്രമല്ല, എപ്പോഴും എന്നും വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും പറമ്പുന്നും യാത്ര ചെയ്യാണ്, കാറുന്നും വണ്ടിയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുക, ളുഹ നിസ്കരിക്കുക. എത്ര റക്അത്താ? ചുരുങ്ങിയത് 2 റക്അത്ത്, ഏറിയാൽ 12 റക്അത്ത്, മുഅക്കദ് 8 റക്അത്ത്, പതിവാക്കാൻ അല്ലേ 4 റക്അത്ത്. എന്നൊരു 4 റക്അത്ത് എന്നും പതിവാക്കുക. ഫാത്തിഹ സൂറത്ത് ഓതുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതുക, എന്നും നിസ്കരിക്കുക. സ്ത്രീകളും പുരുഷന്മാരും മടി വരുന്നുണ്ടാവും ചിലപ്പോൾ. ഖബറൊന്ന് ഓർക്കുക, പഠിച്ചവനെ ഖബറിൽ കിടക്കണ്ടേ എന്നാ മരിക്കുക, ഇങ്ങനെ ഒന്ന് ഓർക്കുക. എന്നാ എന്ത് ചെയ്യും, ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോയിക്കോളും. അങ്ങനെ എന്നും ളുഹ നിസ്കരിക്കുക, എന്നും തഹജ്ജുദ് നിസ്കരിക്കുക, അത് പതിവാക്കുക. എന്നാൽ നമ്മൾ നല്ല ആളുകളായി മാറും. എന്നും ഒരു ജുസ് ഖുർആൻ ഓതുക. ഒരു ജുസ് ഓതലില്ല എന്നും ഇല്ലേ? 2 ജ്യൂസ് ഓതുന്ന ആളുകൾ എൻ്റെ വാക്കുകൊണ്ട് ഒന്നാക്കണ്ട കേട്ടോ. തീരെ ഓതാത്ത ആളുകൾ, അല്ലെങ്കിൽ 5 കണ്ട എന്നും ഓതുന്ന ആളുകൾ, അത് ഒരു ജ്യൂസാക്കി മാറ്റുക. എന്നാൽ 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഖത്മാവും. എന്നും വിശുദ്ധ ഖുർആൻ ഓതണം. ഖുർആനും നമ്മളും കൂടി ഒരു ബന്ധം വേണം. അതിന് നമ്മൾ സമയം ഉണ്ടാക്കണം. എന്നും സൂറത്തു സജദ ഓതണം, എന്നും ഇദാ വഖഅത്തി ഓതണം, എന്നും തബാറക ഓതണം, എന്നും ഒരു യാസീൻ ഓതണം. അത് പതിവാക്കുക. സ്ത്രീകളും പുരുഷന്മാരും നമ്മൾ മരിക്കണ്ടേ, ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കണ്ടേ. ഖബറ് കാണാൻ പേടിയല്ലേ? പേടിയാണ്. അത് ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. എന്താ കാരണം? ബർക്കത്തെ ഖബറ് കണക്കേനെ. ആ നരച്ച ആളുകൾക്ക് എന്ത് ചെയ്യുക, ഖബർ പടച്ചോനെ എന്നാപ്പം എന്നവിടെ കൊടുന്നേക്കാ തോന്നും, എന്നവിടെ കൊടുന്നേക്ക പടച്ചോനെ. ഈ ഖബറിലാണ്ട് വെക്കപ്പെട്ട പിന്നെ ഒന്ന് അനങ്ങാൻ കഴിയോ, മലർന്ന് കെടുക്കാൻ വയ്യ. അതിന് കെടുക്കണം ഒരാഴ്ച, ഒരു കൊല്ലോ 2 കൊല്ലോ അല്ല. ഇസ്രാഫീൽ 2ാമത്തെ ഊതുന്ന സമയം വരെ അതിൽ കിടക്കണം. അവിടെ റാഹത്ത് കിട്ടിയാൽ അതിന് ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. ഈ കാര്യം അവിടെ റാഹത്ത് കിട്ടിയില്ലെങ്കിലോ ശേഷമുള്ളത് അതിനേക്കാൾ അശദ്ധു. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മളൊക്കെ വയസ്സന്മാരായി നരച്ച ആളുകളായി, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നന്നാവാനുള്ള മാർഗങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ ദർസിനെ സഹായിക്കുക. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ് 2 കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. നിങ്ങളെ കൂടുതൽ ഇപ്പോൾ ആരാ മുതലാളി ഞാൻ അറിയില്ല. ആർക്കെങ്കിലും കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒരു കമ്പ്യൂട്ടർ എൻ്റെ വക, ഒന്ന് എൻ്റെ വക എന്ന് 2 ആൾ പറഞ്ഞാൽ കിട്ടി. വലിയ ഗുണമുള്ള കാര്യ. ലോകത്ത് വെച്ച് ഏറ്റവും ഉഷാറുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ്. 2ാമത്തെ ഡിഗ്രി ആർക്കാ? അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾക്ക്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞ ഒരു വർഗമല്ല, അത് ആർക്കും ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ മോൻ എന്ത് ചെയ്യണം, ഒരു ആലിമാക്കണം ഞാൻ വിചാരിച്ച് ഞാൻ മെനക്കെട്ട എൻ്റെ മോനെ ആലിമാവും. വലിയ സ്ഥാനക്കാരനായി ഒരു ആലിമാവണം. ആലിമെന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. അത് ഒരാള് ആലിമാവാൻ കഴിവിൻ്റെ പരമാവധി അധ്വാനിക്കണം. ആലിമായി കിട്ടി ഏത് കിതാബ് നോക്കാനും അവർക്ക് കഴിയും. വലിയ പണ്ഡിതനായി മാറിയാലോ ലോകത്ത് വെച്ച് 2ാം സ്ഥാനക്കാരനായി മാറി. 1ാം സ്ഥാനം അമ്പിയാക്കൾക്ക്, 2ാം സ്ഥാനം അള്ളാഹുവിൻ്റെ ഉലമാക്കൾക്ക് വലിയ സ്ഥാനക്കാരനായി മാറി. അപ്പോൾ ആ അലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഇപ്പോൾ നിർത്തും. അതുകൊണ്ട് സുഹൃത്തുക്കൾ കഴിവിൻ്റെ പരമാവധി ദർസിനെ സഹായിക്കണം. അതുപോലെ തന്നെ എന്ന് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നല്ലോണം ദിക്ർ ചെല്ലണം.
നല്ലോണം ദിക്റില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലോണം ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക്, ആ കലിമ അധികരിപ്പിക്കണം. ഒരു ദിവസം എന്ത് ചെയ്യുക, 1000 വട്ടം ദിക്റ് എല്ലാം പറ്റുമങ്ങ് ചെല്ലണം. ആരപ്പം ചെല്ലാൻ പറ്റാത്ത ആള് 1000 വട്ടം ദിക്റ് എല്ലാം എത്ര സമയം പിടിക്കുമോനെ? അരമണിക്കൂർ. കൃത്യമാണ് ആ കുട്ടി പറഞ്ഞത്, അരമണിക്കൂർ. 1000 വട്ടം ദിക്റ് എല്ലാം അരമണിക്കൂർ. എൻ്റെ അഭിപ്രായത്തിൽ അരമണിക്കൂർ വേണ്ടെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ 1000 വട്ടം പറയാൻ ഇതിൻ്റെ അരമണിക്കൂർ വേണ്ട. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനിക്ക് ദിക്റ് ചൊല്ലുക. ദിക്റൻ കസീറ, അധികരിച്ച് ദിക്റ് ചൊല്ലുക. ആരാ പറയുന്നത്? അല്ലാഹു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനിക്ക് ദിക്റ് ചൊല്ലുക. ദിക്റൻ കസീറ, അധികരിച്ച് ദിക്റ് ചൊല്ലുക. അപ്പൊ അധികം ചെല്ലണ്ടേ, എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ. എല്ലാവരും അധികം ദിക്റ് ചൊല്ലുക എന്ന് അള്ളേ പറഞ്ഞത്. നമ്മളോടാ പറയുന്നത്, മുഅ്മിനീങ്ങളായ ആളുകളോട്. അപ്പൊ നമ്മള് അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് ദിക്റ് ചൊല്ലണം. നമ്മളാരെപ്പം അള്ളാഹ് എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടലുണ്ടാ? എല്ലാന്ന് ചോദിച്ചാൽ കിട്ടലുണ്ടാ? ഇല്ല. എന്താ കാരണം? നമ്മൾക്ക് ആ പണിയില്ല, ദിക്റ് ചൊല്ലലില്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനിക്ക് ദിക്റ് ചൊല്ലുക. ദിക്റൻ കസീറ, അധികരിച്ച് ദിക്റ് ചൊല്ലുക. അധികം ദിക്റ് ചൊല്ലിയാലോ നമ്മളെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. ഈ അധികം ദിക്റ് ചെല്ലാൻ എന്തിനാ അള്ളാഹ് പറഞ്ഞ്? നമ്മളും അള്ളയും കൂടി ബന്ധം ഉണ്ടാവാൻ വേണ്ടി. നമ്മളും അള്ളയും കൂടി നല്ലോണം ബന്ധം ഉണ്ടായാൽ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉടൻ ഉത്തരം ഉണ്ടാവും. ഇപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് എന്തേ അള്ളാഹ് ചോദിച്ചാലോ ഉടൻ ഉത്തരം ഉണ്ടാവും. റിഫായി ഷെയ്ഖ്, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, അതുപോലത്തെ മഹാന്മാരായ ഔലിയാക്കൾ, നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരത്. നമ്മളെപ്പോലെ തലയും മുഖം വായു ഒക്കെ ഉള്ള തിന്നണ കുടിക്കണ കക്കൂസ് പോണ ആളുകളാവരും. അവര് എന്തെങ്കിലും അള്ളാഹുവിനോടാണ് ചോദിച്ചാൽ ഉടൻ ഉത്തരം ഉണ്ടാവും. ഇല്ലേ? സംശയം ഉണ്ടാ? എന്താ കാരണം? അവരെപ്പോഴും ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളെ കൊടുത്തുപെട്ട ഒരു കുട്ടീൻ്റെ ഒരു മാസം ലാ ഇലാഹ ചൊല്ലി നോക്കോണ്ട്, നിങ്ങൾക്ക് തോന്നും ഞാൻ നന്നായിക്കണെന്ന്. ഞാൻ ഇപ്പം നന്നായിക്കണെന്ന് തോന്നുന്നു. ഒരു മാസം ദിവസം 1000 വട്ടം ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ നിൽക്കുക. ഇന്നെന്ത് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ നന്നായിക്കണേ? സംഗതി അങ്ങനെ തന്നെ, നന്നായി ആൾ നല്ല ആളുകളായി മാറി. നമ്മൾ നെയ്യാ ചെല്ലി നോക്കലില്ല. ഞാൻ നാളെ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എത്ര വട്ടം നിൽക്കുന്നുണ്ട്? ഒരു 50 വട്ടം നിൽക്കലുണ്ട് ദിവസം. എപ്പോ? നിസ്കാരത്തിന് ശേഷം 10 വട്ടം അഫ്ളൽ ദിക്റല്ലോ. ആ ദിക്റ് നിസ്കാരത്തിന്റെ ശേഷം അഫ്ളൽ ദിക്റ് അറിയും. അത് ലാ ഇലാഹ 10 വട്ടം. അതെ തന്നെ സുഹൃത്തുക്കളെ, അത് പോരാ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനിക്ക് ദിക്റ് ചൊല്ലുക. ദിക്റൻ കസീറ, അധികരിച്ച് ദിക്റ് ചൊല്ലുക എന്ന് അള്ളാഹ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, കഴിവിൻ്റെ പരമാവധി ദിക്റ് അധികരിപ്പിക്കണം. ദിക്റ് അധികരിപ്പിച്ച് കഴിഞ്ഞാലോ നമ്മൾ എന്തെങ്കിലും കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടൻ ഉത്തരമുണ്ടാവും. അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം കിട്ടണമെങ്കിൽ അള്ളയും നമ്മളും കൂടി ഒരു ബന്ധം, നമ്മളെ ഖൽബും അള്ളയും കൂടി ബന്ധം വേണം. എന്നാൽ നമ്മളെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അള്ളാഹു നമ്മളെ നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തിത്തരട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും കഴിവിൻ്റെ പരമാവധി ദിക്റ് അധികരിപ്പിക്കണം. ദിക്റ് 3 ഇനം ദിക്റുണ്ട്. ഒന്ന്, നാവ് കൊണ്ടും കൽബ് കൊണ്ടും ദിക്റില്ല. നാവ് കൊണ്ടും കൽബ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് മനസ്സിക്കരുത്. അപ്പൊ നാവ് കൊണ്ടും കൽബുണ്ടായില്ലേ? ചൊല്ലുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. രണ്ടാമത്തെ ഡിഗ്രി, കൽബ് കൊണ്ട് മാത്രം ദിക്റില്ല. അതെങ്ങനെ?
അല്ലാഹു ഒരട്ടം ചൊല്ലുക. അല്ലാഹു ചുണ്ടാണ്ട് പൂട്ടുക, നാവ് അടക്കി അതേ രൂപത്തിൽ ശ്വാസം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ല. അല്ലാഹു അപ്പൊ ചൊല്ലുന്നുണ്ട് അല്ലാഹു. ഈ ദിക്റിന്റെ പേര് അംഫാസിയായ ദിക്റാണ്. ശ്വാസം കൊണ്ട് നഫസ് ശ്വാസം, അംഫാസ് ശ്വാസങ്ങൾ, അംഫാസിയായ ദിക്റ് ശ്വാസം കൊണ്ടുള്ള ദിക്റ്. ഈ ദിക്റ് ഔലിയാക്കന്മാർക്കുള്ള ഒരു ദിക്റാ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ദിക്റ് പതിവാക്കണം. ചെറുപ്പത്തന്നെ പതിവാക്കിയാലാവുള്ളൂ. എങ്കിലും ദിവസം 15 മിനിറ്റ് ചെല്ലാൻ കയ്യോ നോക്കണം. അല്ലാഹു എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ദിക്റാണ് അല്ലാഹു. ഈ ദിക്റിനൊക്കെ ഒരു ഷർത്തുണ്ട്. എന്താ? 5 വഖത്ത് നിസ്കാരം ഖളാക്കാൻ പാടില്ല. 5 വഖത്ത് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണം. കഴിവിന്റെ പരമാവധി തഹജ്ജുദ് നിസ്കരിക്കണം. ആ ഷർത്തോട് കൂടിയ ഈ ദിക്റ് എല്ലാം പറ്റുള്ളൂ. അങ്ങനെ ഈ ദിക്റാണ് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അടുത്ത ആളായി മാറി. ഈ ദിക്റ് അംഫാസിയായ ദിക്റ്. ഈ ദിക്റ് ചെല്ലാനുള്ള ഷർത്ത് 5 വഖത്ത് നിസ്കാരം ഖളാക്കാൻ പാടില്ല. എല്ലാവരും കഴിവിന്റെ പരമാവധി 15 മിനിറ്റ് ചെല്ലാൻ കഴിയോ നോക്കുകൊണ്ടി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ്, ഖാജ, ഖുത്ബുസ്സമാൻ, അതുപോലത്തെ മഹാന്മാരൊക്കെ ഈ ദിക്റിന്റെ ആളുകളാണ്. അവരൊക്കെ എന്ത് ചെയ്യുക? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവ. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവർ. കോഴിയുടെ മുള്ളോടി കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകിപ്പാറപ്പിച്ച് വിട്ടോവർ. എന്താ കാരണം? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ദിക്റ്, ഈ അംഫാസിയായ ദിക്റിൽ മുഴുകിയ ആളായിരുന്നു. എങ്ങനെ? ഈ ഷർത്തോടു കൂടെ 5 വഖത്ത് നിസ്കാരം കൃത്യം നിസ്കരിക്കും. ആ ഷർത്തോടു കൂടി എന്നും തഹജ്ജുദ് നിസ്കരിക്കും, എന്നും ളുഹാ നിസ്കരിക്കും. ആ നിബന്ധനയോട് കൂടി അംഫാസിയായ ദിക്റ് ചൊല്ലിയിരുന്നു. ആ ദിക്റ് ഏത് സമയത്തും അംഫാസിയായ ദിക്റ് ആയപ്പോ അള്ളാഹുവിനോട് അടുത്ത ആളായി മാറി. എന്ത് അള്ളാഹുവിനോട് അങ്ങ് ചോദിച്ചാലും ഉടൻ ഉത്തരം കിട്ടും. നമുക്കും നേരം കിട്ടില്ല. ഇവിടെ നമുക്ക് നേരമില്ലേ? ഇഷ്ടം പോലെ നേരം ഉണ്ടല്ലോ നമുക്ക്. കഴിവിന്റെ പരമാവധി 1 മണിക്കൂർ എല്ലാവരും ഉറക്കൊഴിച്ചാല് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതിവാക്കാൻ പറ്റും. മടി തോന്നുന്നുണ്ടെങ്കിൽ ഖബർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഖബറിൽ കിടക്കണ്ടേ? അവിടെ ഒറ്റക്ക് കിടക്കണ്ടേ? അവിടെ ആരാ നമ്മളൊപ്പം ഉണ്ടാകുക? മക്കളുണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, സ്നേഹിതന്മാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ആരാ ഉണ്ടാകുക? നമ്മളെ ചെയ്ത സ്വാലിഹായ അമൽ. ആ സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായത് ഏതാ? ദിക്റാണ്. വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലൽ അക്ബർ കുല്ലി ഷൈഇൻ, എല്ലാത്തിനേക്കാളും വലിയതാ. കഴിവിന്റെ പരമാവധി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു, ഒരു പെണ്ണ്. ആ സ്ത്രീ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഈ കുട്ടിനെ ഞാൻ നിങ്ങളെ ഈ കോളേജിൽ കൊടുന്നാക്കട്ടെ. ഈ കുട്ടിനെ നിങ്ങൾ നന്നാക്കി തരണം. ആയിക്കോട്ടെ, കൊടുന്നായിക്കോ, ഞാൻ അവിടെ ആക്കി പോവട്ടെ. പോയിക്കോ. ആ കുട്ടിനെ അവിടെ ആക്കിപ്പോയി. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുട്ടിൻ്റെ സ്ഥിതി അറിയാൻ വേണ്ടി ഈ ഉമ്മ വന്നു. അപ്പൊ കുട്ടിയുണ്ട് മെലിഞ്ഞൊട്ടി മഞ്ഞ നിറയിക്കണേ. കുട്ടിൻ്റെ കയ്യിലൊരു പത്തിരിപ്പൊട്ടുണ്ട്, ഉണക്കപ്പത്തിരി പൊട്ടുണ്ട്. അത് തിന്നുകൂടി നിൽക്കുക. പെണ്ണ് പൊട്ടിക്കരഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിനെ എവിടെ കൊടുന്നാക്കിയത് ഉടച്ചോണ്ട്, ഭക്ഷണം കിട്ടാത്ത വീട്ടിൽ കൊടുന്നാക്കിയല്ലോ. ഈ ക്ലേശം പറയാൻ വേണ്ടി മുഹീദ്ദീൻ ശൈഖിൻ്റെ അടുത്ത് ചെന്നു. മൂപ്പര് ഒരു റൂമിൽ നിന്നിട്ട് നല്ല കോഴും പത്തിരി ഇങ്ങനെ അടിക്കുകയാണ്. എന്തൊരു കടുപ്പങ്ങളീ ചെയ്യുന്നത്. എൻ്റെ കുട്ടിനെ ഞങ്ങളടുത്ത് കൊടുന്നാക്കി കുറച്ച് ദിവസമായി. ആ കുട്ടിക്ക് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല. നിങ്ങളാണെങ്കിൽ കോയും പത്തിരിയും അടിക്കുക. ഇത് നിങ്ങൾ കടുപ്പ് ചെയ്യാൻ പാടുണ്ടോ?
ഇത് ചെയ്യാൻ പാടുണ്ടോ? ആ സമയത്ത് മൊയ്തീൻ ഷെയ്ഖ് ഒരു കോഴി മുഴുവൻ തിന്നിക്കണ്. അപ്പം ആ മുള്ളൊക്കെ കൂടി ഇങ്ങനെ എല്ലും മുള്ളൊക്കെ കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് മൊയ്തീൻ ഷെയ്ഖ് അറിഞ്ഞ് കോഴിയെ നീ കൂന്ന് പറഞ്ഞു. അപ്പം ഈ കോഴിയുടെ മുള്ളും ഒക്കെ കൂടി തോലൊക്കെ വന്ന് തുവലൊക്കെ വന്ന് പൊതിഞ്ഞ് അത് കോഴി കുകിയാണ്ട് പറഞ്ഞു. ആ പെണ്ണിനോട് പറഞ്ഞ്, മോളെ എൻ്റെ കുട്ടിക്ക് എന്നാണോ ഇങ്ങനൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാൻ ഈ കുകിന്ന് ഈ മുള്ളിനോട് പറഞ്ഞ ആ മുള്ളിങ്ങനെ കുകി പറഞ്ഞ എന്നാണോ അന്ന് അവനക്ക് എന്ത് ചെയ്യാൻ നല്ല ഇറച്ചും പത്തിരിയൊക്കെ തിന്നാം. അതുവരെ ഈ പത്തിരിപ്പൊട്ടേ കിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വിഷയം അതല്ല. ഈ മൊയ്തീൻ ഷെയ്ഖ് ഈ ബന്ധ കോയിൻ്റെ മുള്ളിനോട് നീ കുകെന്ന് പറഞ്ഞപ്പോൾ കുകാനുള്ള കാരണം എന്താ? മൊയ്തീൻ ഷെയ്ഖ് ഇൻ്റെ മൈത്തല്ലേ സയ്യിദാണ്. ഉമ്മ ഭാഗത്തു കൂടിയും ബാപ്പ ഭാഗത്തു കൂടിയും തങ്ങളാണ്. അല്ലാതെ നമ്മളായി തന്നെയല്ലേ തലയും മൂക്കും കണ്ണും ഒക്കെ ഉള്ള താടിയും ഒക്കെ ഉള്ള ഒരാളാണല്ലോ. ആളും ചെയ്യാ കോയിന്റെ മുള്ളിനോട് നീ കുകെന്ന് പറഞ്ഞപ്പോ കുവാളെ കാരണം എന്ത്? ദിക്ർ അധികരിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലണം. ദിക്റൻ കസീറ, അധികരിച്ച് ദിക്ർ ചൊല്ലുന്ന അള്ളാഹ് പറഞ്ഞിരിക്കണേ. ആ പറഞ്ഞ അള്ളാഹിന്റെ വാക്കാണ്ട് സ്വീകരിച്ചു. മൊയ്തീൻ ഷെയ്ഖ് നല്ലോണം ചെയ്ത് ദിക്ർ ചൊല്ലി മശായിഖന്മാരെ സമ്മതത്തോട് കൂടെ ചെയ്ത് ദിക്റണ്ട് ചൊല്ലിയപ്പോ മൂപ്പര് വലിയ ആളായി മാറി. സുഹൃത്തുക്കളെ, കഴിവിന്റെ പരമാവധി നിങ്ങളൊക്കെ നല്ലോണം ദിക്ർ ചൊല്ലുക. ഞാൻ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് അംഫാസിയായ ദിക്ർ ഞാൻ ചോദിച്ചു, എനിക്ക് അംഫാസിയായ ദിക്ർ തരണമെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ചൊല്ലിക്കോളൂ. എന്നും ഒറ്റ 5 വഖത്ത് നിസ്കാരം ഖളാക്കാൻ പാടില്ല. എന്നും തഹജ്ജുദ് നിസ്കരിക്കണം. കഴിവിന്റെ പരമാവധി ളുഹാ നിസ്കരിക്കണം. ആ നിബന്ധനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് അംഫാസിയായ ദിക്ർ തന്നു. സുഹൃത്തുക്കൾ, അങ്ങനെ ചെയ്യുക. കഴിവിന്റെ പരമാവധി നിങ്ങളൊക്കെ ചെയ്യുക. നല്ലോണം ഈ ദിക്ർ, അംഫാസിയ ദിക്റും അല്ലാത്ത ദിക്റൊക്കെ അധികരിപ്പിക്കുക. എന്ത് വിചാരിച്ചുകൊണ്ട്? പഠിച്ചോനെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കണല്ലോ, അള്ളാഹുവേ മരിച്ചു പോണല്ലോ. ആ മരിച്ചു പോകുമ്പോ സന്തോഷത്തോടു കൂടി ഖബറിൽ കിടക്കണം. അതാലോചിച്ച് എല്ലാവരും ചെയ്യുക. കഴിവിന്റെ പരമാവധി ദിക്ർ അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ പ്രത്യേകിച്ച് നരച്ച ആളുകൾ, എന്നെപ്പോലെ നരച്ച ആളുകളോടാണ് കഴിവിന്റെ പരമാവധി അല്പം ഉറക്കൊഴിക്കണം. രാത്രി എണിച്ച് ഉറക്കൊഴിക്കണം. അങ്ങനെ ആവുമ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി മുസ്തഫായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. കഴിവിന്റെ പരമാവധി സ്വലാത്ത്. മൻ സ്വല്ലാ അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും 100 മറ, 100 പ്രാവശ്യം സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ കതബല്ലാഹു, അല്ലാഹ് എഴുതും, ബൈന ഐനൈഹി, അവൻ്റെ ഈ കണ്ണിൻ്റെ അടക്കി നെറ്റത്ത് അല്ലാഹ് എഴുതും, ബറാഅത്തൻ മിനന്നാർ, നരകത്തിൽ നിന്ന് വൈവിനവോ നരകത്ത് കടക്കൂല, വ ബറാഅത്തൻ മിനൻ നിഫാഖ്, കപട വിശ്വാസത്തിന് വൈവിനവോ മുനാഫിക്കാവൂല. നമ്മുടെ ആവശ്യം അതല്ലേ, മുനാഫിക്കാവരുത്, നരകത്ത് കടക്കരുത്. എന്നും 100 വട്ടം സ്വലാത്ത് ഇങ്ങനെ ചെല്ലിയാൽ അങ്ങനെ. മൻ സ്വല്ലാ അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചെല്ലിയാൽ ഫീ കുല്ലി യൗമി, എല്ലാ ദിവസവും അൽഫ മറ, 1000 പ്രാവശ്യം സ്വലാത്ത് ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ ലം യമുത്ത്, അവൻ മരിക്കുകയില്ല, ഹത്താ യറ, അവൻ കാണുന്നത് വരെ, മഖ്അദഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവൻ കടക്കുന്ന സ്വർഗത്തിനെ അവൻ കാണുന്നത് വരെ മരിക്കൂല. മരിക്കുമ്പോൾ സ്വർഗം കണ്ടിട്ടേ മരിക്കുള്ളൂ. എന്താ ചങ്ങായിമെന്ന് ആലോചിച്ച് നോക്കാണ്. മരിക്കുമ്പോൾ സ്വർഗം കാണുന്നതാണ് എന്തൊരു ഭാഗ്യാണ്. നമ്മളൊക്കെ പേടിക്കണ കാര്യം അതാ, മരണല്ലേ. മരണത്തിന്റെ ശേഷമല്ലേ ഖബറ്. മരണമല്ലേ ഏറ്റവും പേടിക്കുന്നത്. ആ മരണം നമ്മളൊക്കെ പേടിക്കുന്നത്, ചെറുപ്പം മുതൽക്കേ പേടിക്കുന്നത് മരണമാണ്. ആ മരണം എന്നും 1000 വട്ടം സ്വലാത്ത് ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ ആ മരണം എങ്ങനെ ആവും? നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലാവും. നടാടെ വീട്ടു കൂടുന്ന രാത്രി
ഒരു പെണ്ണ് ഒരു ആണിനെ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ആണ് പെണ്ണിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആണും പെണ്ണും നടാടെ കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. ഓനക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ, ആ ഭാര്യക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവ്, ഓന് രണ്ടാളും കൂടി രാത്രി ഒരുമിച്ച് കൂടും. ആദ്യം കാണുകയാണ്, എന്താ സന്തോഷം. ആ സന്തോഷത്തിൻ്റെ അങ്ങനെ ആ നടാടെ ഒരുമിച്ച് കൂടുന്ന രാത്രി എത്ര സന്തോഷമുണ്ടോ, അങ്ങനത്തെ സന്തോഷത്തിലാണ് ഇവൻ മരിക്കുക. ഈ 1000 വട്ടം സ്വലാത്ത് ചെല്ലുന്ന ആൾ മരിക്കുമ്പോൾ സ്വർഗം കണ്ടിട്ടാ മരിക്കുക. സ്വർഗം കണ്ട എന്താ ഉണ്ടാകുക? ഹൂർലിങ്ങളെ കാണും, അവൻ്റെ ഭാര്യമാരായ ഹൂർലിങ്ങളെ കാണും. ചില ആളുകൾ മരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പൊഞ്ചിരി ചിരിയോട് കൂടിയാ മരിക്കുക. ചിരിച്ചില്ല, എന്താ കാരണം? ഭാര്യ ചിരിച്ചാൽ അങ്ങോട്ട് സ്വർഗത്തിന് ഭാര്യ അങ്ങോട്ട് ചിരിക്കും, അപ്പനെ അങ്ങോട്ടും ചിരിക്കും. അതിൻ്റെ അടിക്ക് ഉറുവാണ്ട് പിടിച്ചു കൊണ്ടുപോകും. ഭാര്യനെ കണ്ടിട്ടായി ചിരിക്കുന്നത്. സ്വർഗത്തിൽ മരിക്കാൻ സമയത്ത് ഭാര്യനൊക്കെ ഹൂർലിങ്ങളായ ഭാര്യമാരെ കാണുകയാണ്. അപ്പൊ അവൻ ചിരിക്കാണ്. വെജാതായി കിടക്കണവൻ, വള്ളം തൊട്ട് കൊടുക്കണവൻ ചിരിക്കാണ്. ആ ചിരിയിലാന്ത് ചെയ്യുക, അവൻ്റെ റൂഹൻ്റെ അസ്രായിലാണ് പിടിച്ചുകൊണ്ടുപോവുക. എന്നും 1000 വട്ടം സ്വലാത്തല്ല അത്ര സമയം പിടിക്കുമോനെ? അത് പറഞ്ഞ അഭിപ്രായം പറഞ്ഞ 3/4 മണിക്കൂർ കുട്ടി പറഞ്ഞ 3/4 മണിക്കൂർ സമയം പിടിക്കും. 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാല് രാവിലെ സുബഹിസ്കരിച്ച് ലേശം ഓതി, കുറച്ച് ദിക്റിയല്ലേ, കുറച്ച് സ്വലാത്തല്ലേ, ഒന്ന് ഒരു പുട്ടും ചായയും കുടിക്കാൻ പോലെ പീടിക്ക് ഈ ഭാഗത്ത് ഞങ്ങളെ ഭാഗത്തൊക്കെ ഉണ്ട്, പുട്ടും ചായയും കുടിക്കാൻ പോകും. ആ പുട്ടും ചായയും കുടിക്കാൻ പോകുമ്പോൾ എത്ര സമയം അവിടെ മുടക്കും? 1 മണിക്കൂർ. സ്ഥാനത്ത് 1000 വട്ടം സ്വലാത്തല്ലാനോ 3/4 മണിക്കൂർ. ഈ 3/4 മണിക്കൂർ എന്നും നിങ്ങൾ ചെലവാക്കണം. കിട്ടാവുന്ന ഗുണം മരിക്കും, നമ്മൾ മരിക്കും ഉറപ്പാണ്. ആ മരണം, ആ മരിക്കുന്ന സമയം സ്വർഗം കണ്ട് നമ്മളെ ഹൂർലിങ്ങളായ ഭാര്യമാരെ കണ്ട് പൊഞ്ചിരിയോട് കൂടി മരിക്കും. ഒരു അത്ഭുതങ്ങൾ കേൾക്കണ്ടേ? എൻ്റെ അറിവിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പം 5-6 ആൾ മരിച്ചു. അങ്ങനെ 1000 വട്ടം സ്വലാത്ത് ചെല്ലുന്ന വ്യക്തികൾ 5-6 ആൾ അടുത്തടുത്ത് മരിച്ചുപോയി. ഓരോരുത്തർക്കും 73, 75, 74, 73 വയസ്സുള്ള ആളുകൾ. അവരൊക്കെ മരിക്കുമ്പോൾ ഇന്ദ്രിയം പുറപ്പെട്ടിരുന്നു. എന്താ കാരണം? ഇന്ദ്രിയം പുറപ്പെടാൻ കാരണം എന്താ? സ്വർഗം കണ്ടു, ഭാര്യമാരെ കണ്ടു, ഇന്ദ്രിയം പോയി. എത്ര ആർക്കപ്പം ഇന്ദ്രിയം പോകുന്നത്? 75, 80, 90 വയസ്സുള്ള ആൾക്കാണ്. അവനൊക്കെ എന്താ നല്ലോണം ഭംഗിയുള്ള ഉഷാറുള്ള ഹൂർലിങ്ങളായ ഭാര്യമാരെ കാണുമ്പോൾ ഇന്ദ്രിയം പുറപ്പെടും. അള്ളാഹു ഞമ്മക്കും തൗഫീക്ക് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞു നോക്കണേ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സുഹൃത്തുക്കൾ, കഴിവിൻ്റെ പരമാവധി അധ്വാനിക്കണം. എന്നും 1000 വട്ടം സ്വലാത്തിലാം ഭാഗ്യം സമയം കാണുകയാണെങ്കിൽ നമ്മളൊക്കെ നല്ല ആളുകളായി മാറും. ഈമാനോട് കൂടിയേ മരിക്കുള്ളൂ. ഈമാൻ കിട്ടാതെ മരിച്ചു പോകില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പരിപൂർണ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കനെ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മൾക്കും നമ്മളെ മക്കൾക്കും നമ്മളെ ഭാര്യമാർക്കും നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആരാണ് നമ്മളെ പള്ളിയിലേക്ക് ഒരു 2 കമ്പ്യൂട്ടർ ആരാ നോക്കാണേ? നിങ്ങളെ കൊടുത്ത് മുതലാളിമാർ നമുക്ക് അറിയില്ല. പഠിച്ചോനെ, ഒരു കമ്പ്യൂട്ടർ ആരാ തരിക? അല്ല, ഞാൻ 1 തരാൻ കഴിയുക നിൽക്കുക, അതിന് ഇത്ര പൈസ ഞാൻ തരാം. നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം. നമ്മൾ മുതാലിമീങ്ങളെ സഹായിക്കുക, ഇൽമിൻ്റെ അഹ്ലികാരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അതിന് ഇന്ത്യൻ്റെ ഒരാൾ പറഞ്ഞറിയിക്കേണ്ട ഒരു ആയത്തോ ഹദീസോ ഓതേണ്ട ആവശ്യമില്ല. അത്രയും വലിയ കാര്യമാണ് ഒരാളെ ആലിമാക്കുക എന്നുള്ളത്. ഇപ്പോൾ അനേകം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ 5 കുട്ടികൾ തഹ്സീലായില്ലേ. ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം ആരാ നിങ്ങളെ കൊടുത്ത് ചെയ്യുക? അള്ളാഹു വലിയ സ്ഥാനം അവനിക്ക് അള്ളാഹു നൽകുക. ആരാ സഹായിക്കുക? ഒരു കമ്പ്യൂട്ടർ ഒരാൾക്ക് കഴിയൂല നിൽക്കുക. എന്ത് ചെയ്യുക? എന്താ ആ കമ്പ്യൂട്ടർ വാങ്ങാൻ എന്താ നിങ്ങൾ ചെയ്യുക?
പൂതിയുണ്ടാ? ഞാൻ ചൂണ്ടുങ്ങൾക്ക് കഴിവല്ല, എനിക്കറിയില്ല. അതില്ല, മലയാളിമാരില്ലേ? കഴിവ് മുതലാളിമാർക്ക് പോയി വിഷമമില്ല. കാരണം ഇഷ്ടംപോലെ പൈസ അല്ലേ, വാടക കിട്ടാണ്ട് ഇഷ്ടംപോലെ പറമ്പും കാറും ലോറിയും ഒക്കെ ഉള്ളവർക്ക് എന്താ ഇപ്പം പൈസക്ക് വിഷമം? നമ്മളെ പള്ളിക്കല്ലേ, ഉസ്താദിനല്ലല്ലോ, പള്ളിക്കാണ്. പള്ളി പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ അത് എന്ത് ചെയ്യുക, പള്ളികൾ കിതാബ് വഖഫാക്കണ മാതിരി എന്ത് ചെയ്യുക, 2 കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. അതൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക്. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉസ്താദിനോട് പറയും, നേരത്തെ പറഞ്ഞല്ലോ. അപ്പം എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ദർസക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചെലവ് കൊടുക്കുന്നുണ്ട്, കിതാബ് വാങ്ങി കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ എന്ത് ഇപ്പോഴത്തെ കാലത്ത് തന്നെ, മുമ്പത്തെ ഞങ്ങളൊക്കെ ഓതിയ കാലമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ആധുനിക യുഗമല്ലേ, കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കൽ ആവശ്യമാണ്. എല്ലാ ഇൽമും വേണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നല്ല വിഷയത്തിൽ ചിലവാക്കാനും മറ്റും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. SSLC പരീക്ഷ ജയിക്കാൻ +2 പാസ്. നമ്മളെ പൂർവ്വ വിദ്യാർത്ഥിയായ ഹൈദർ ഫൈസി നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് 15,000 റുപ്യ അള്ളാഹു ആ സംഭാവന സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകട്ടെ. 15,000 റുപ്യ ഒരു ഫൈസി നൽകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ശമ്പളം 5,000 റുപ്യ ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സംഭാവന അള്ളാഹ് സ്വീകരിക്കട്ടെ. ഇനിയും നല്ല കാര്യത്തിൽ ചിലവാക്കാൻ ആ ഫൈസിക്കും അതുപോലത്തെ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, ഇസ്ലാം ദീനിനെ, മുതഅല്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ കമ്പ്യൂട്ടർ, കിതാബുകൾ, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമ്മൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഫൈസിൻ്റെ ആ സേവനം അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ₹10 ആരാ? ബാവ ഹാജി 10,000 റുപ്യ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ, പടച്ചവനെ നീ സ്വീകരിക്കണേ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ആ ഫൈസിൻ്റെ ആ സംഭാവനയും നമ്മളെ ബാവാജിൻ്റെ ഈ സംഭാവനയും അള്ളാഹുവേ നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവൻ. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറായി, 15 ഒരാളും 10 ഒരാളും, ഇപ്പോൾ 1ആയി. ഇനി ഒന്നും കൂടി വാങ്ങാൻ കിട്ടിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു മുവഫ്ഫഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. അതുപോലെ 2-3 ബാവാജി ഇങ്ങോട്ട് വന്നാൽ നമ്മളെ കാര്യം ഹാസിലായി. അള്ളാഹു നല്ല കാര്യം ചെയ്യാൻ അള്ളാഹ് നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളെ പൈസ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹ. ഈ പൈസനോട് നമുക്ക് സ്നേഹമാണ്. മരിച്ചാലോ അതാരും പോവില്ല. എന്നാ മക്കള് നമ്മളെ കബറിൽ കൊണ്ടേ വെക്കുമ്പോൾ ആ കഫംപൊടിയിൽ എന്നാ ബാപ്പാക്ക് എന്നാ കുറച്ചെങ്കിലും വരും 1 ലക്ഷം അവിടെ വെച്ചു കൊടുക്കുക. ആ കഫംപൊടി ചെയ്യൂല. അത് കഴിഞ്ഞ് മരിക്കോളുണ്ടോ ഈ പൈസ കൊണ്ട് കാര്യമുള്ളൂ. മരിച്ചാൽ പിന്നെ ഈ പൈസ കൊണ്ട് കാര്യമില്ല. ഈ പൈസ ദുനിയാവിൽ ചെലവാക്കിയാൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക്. ഇനി ആരാ നോക്കാണി? ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കിട്ടി, ഞാൻ ആരാ? ഒരു ബാവാജി ഇങ്ങോട്ട് കിട്ടിയല്ലോ, ഞാൻ ആരാ ഉണ്ടാ? ഒരാൾ കൂടി വന്നാൽ 2 ആളിന് വന്നാണ്. ഒരു 15,000 ഒരു 10,000 കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ കുട്ടിക്ക് പോയി കേട്ടോ. ഇവന് ബോധ്യമുണ്ട്.
എനിക്കറിയാം. ആയിക്കോട്ടെ. അള്ളാഹുവേ, പേര് പറയാൻ ആഗ്രഹമില്ലാത്ത ആള്, അള്ളാഹുവേ 3000 റുപ്യ കമ്പ്യൂട്ടർക്ക് അള്ളാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ, നീ സ്വീകരിക്കണേ പടച്ചവനെ, നീ സ്വീകരിക്കണേ പടച്ചവനെ. 3000 ചെലവാക്കിയ ആൾക്കും 10000 ചെലവാക്കിയ ആൾക്കും 15000 ചെലവാക്കിയാക്കും അള്ളാഹുവേ ഈമാനോട് കൂടി ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം പടച്ചവന്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും അദ്ദേഹത്തിൻ്റെ മക്കളിലും ഭാര്യമാരിലും എല്ലാത്തിലും അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം പടച്ചവനെ, നീ ബർക്കത്ത് ചെയ്യണം പടച്ചവനെ, നീ ബർക്കത്ത് ചെയ്യണം പടച്ചവനെ. അതൊക്കെ ഉണ്ട്. കയ്യിനായി ഒരു കമ്പ്യൂട്ടറായി. ഒരനുഭാവി 5000 റുപ്യ അള്ളാഹുവേ നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ. അള്ളാഹുവേ നീ സ്വീകരിക്കണം പടച്ചവനെ. കമ്പ്യൂട്ടറിലേക്ക് ഒരനുഭാവി 5000 റുപ്യ അള്ളാഹുവേ നീ സ്വീകരിക്കണം പടച്ചവനെ. അള്ളാഹുവേ ആ സംഭാവനൻ്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയത്തിലും, ബിസിനസ്സിലും കച്ചവടത്തിലും എല്ലാ ഏർപ്പാടിലും മക്കളിലും ഭാര്യയിലും എല്ലാത്തിലും ബറക്കത്ത് ചെയ്യണം പടച്ചവനെ. നീ ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. സലാമത്തിൻ്റെ അഹ്ലികാരെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും നീ പെടുത്തണം പടച്ചവനെ. ഇപ്പം 8000 ആയി. ഒരു കമ്പ്യൂട്ടർക്ക് 8000 ആയിട്ടുള്ളൂ. നിങ്ങൾ പറയാൻ മടിയാണെങ്കിൽ ഇയാളെ ഏൽപ്പിച്ചാൽ മതി. പേര് ഒരു സ്ത്രീ അല്ലേ അള്ളാഹുവേ, ആ സ്ത്രീൻ്റെ സംഭാവന നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ. ആ സ്ത്രീൻ്റെ മക്കളിലും ആ സ്ത്രീൻ്റെ ഭർത്താവിലും ആ സ്ത്രീൻ്റെ എല്ലാ സമ്പത്തിലും എല്ലാത്തിലും ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. നീ നല്ല 2000 വേറെ 5000 അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണം പടച്ചവനെ. ആ സ്ത്രീൻ്റെ എല്ലാ വിഷയത്തിലും മക്കളിലും ഭർത്താവിലും സമ്പത്തിലും ആ പെണ്ണിൻ്റെ ബുദ്ധിയിലും അതിൻ്റെ തഖ്വയിലും എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണം പടച്ചവനെ, നീ ബറക്കത്ത് ചെയ്യണം പടച്ചവനെ. നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. നല്ല സ്വാലിഹാത്തായ സ്ത്രീകളെ കൂട്ടത്തിൽ ആ സ്ത്രീയെ നീ പെടുത്തണം പടച്ചവനെ. ആ സ്ത്രീകളൊക്കെ നീ പെടുത്തണം പടച്ചവനെ. അള്ളാഹു തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ആ അനുഭാവിൻ്റെ ആ സേവനം നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവൻ. എന്താ ഇബ്രാഹിം യമാനി 2000 അള്ളാഹുവേ നീ ആ സേവനം നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ. ഇനിയും സംഭാവന ചെയ്യാൻ അവർക്കും അവരെ പോലോത്തവർക്കും തൗഫീഖ് ചെയ്യണം പടച്ചവനെ. അവരെ ഇൽമിലും അവരെ ബുദ്ധിയിലും ആ സംഭാവന ചെയ്ത ആളുകളെ ബുദ്ധിയിലും അവരെ ബിസിനസ്സിലും അവരെ മക്കളിലും അവരെ കച്ചവടത്തിലും അവരെ എല്ലാ വിഷയത്തിലും അള്ളാഹുവേ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും പെടുത്തണം പടച്ചവനെ. പെട്ടെന്ന് ഞങ്ങളെയും അവരെയും നീ മരിപ്പിക്കല്ല പടച്ചവനെ. പെട്ടെന്ന് രോഗികളാക്കല്ല പടച്ചവനെ. ഞാനാ വേറെ 5000 അല്ല കമ്പ്യൂട്ടർ വേറെ അനുഭാവി 5000 അള്ളാഹുബെ നീ സ്വീകരിക്കണം പടച്ചവൻ. 6000 1000 കൂടി വേണം. അള്ളാഹുവെ നീ സ്വീകരിക്കണം പടച്ചവനെ. ഈ സംഭാവന നീ സ്വീകരിക്കണം പടച്ചവനെ, നീ സ്വീകരിക്കണം പടച്ചവനെ. ആ സംഭാവന ചെയ്ത ആളുടെ അയാൾക്ക് സമ്പത്തിലും മക്കളിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തിലും നീ ഖൈറും
ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. അള്ളാഹുവേ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വഴിയിൽ സംഭാവന ചെയ്യാനും പൈസ ചെലവാക്കാനും നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. എല്ലാവരും ഓരോരുത്തരും 1000 റുപ്യ കൂടി എല്ലാവരും കൂടി 25,000 മതിയാ. ഖൈറാക്കട്ടെ. സനത് വാങ്ങി കുട്ടികൾക്കൊക്കെ അവരെ ഇൽമ അല്ലാഹുവേ നീ നാഫിയാക്കണം പടച്ചവനെ. നാഫിയായ ഇൽമ പ്രദാനം ചെയ്യണം പടച്ചവനെ. നല്ല ദർസ് നടത്താൻ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. കിതാബ് മുതാല ചെയ്യാനും ദർസ് നടത്താനും അവർക്ക് നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ദർസ് നടത്താനും കിതാബ് മുതാല ചെയ്യാനും അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ഇപ്പോൾ 2 കമ്പ്യൂട്ടറായി അള്ളാഹുവേ ഈ സംഭാവന ചെയ്ത ആളുകൾ എല്ലാവരെ ഈ സംഭാവന നീ സ്വീകരിക്കണം പടച്ചവനെ. അവരെ സമ്പത്തിലും അവരെ മക്കളിലും അവരെ സ്വത്തിലും അവരെ ബുദ്ധിയിലും അവരെ അറിവിലും എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണം പടച്ചവനെ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും അവരെയും നീ പെടുത്തണം പടച്ചവനെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة تحفة مقبولة منا إلى حضرة روح نبينا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العالية الشريفة وابعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا ودا تحت ظل لوائه المعقود. وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين عليهم الصلاة والسلام. وإلى حضرات أزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين. وإلى حضرات أصحابه البدريين والأحديين وبقية الصحابة والقرابة كلهم أجمعين. وإلى حضرات العلماء والشهداء والصديقين والصالحين. وإلى حضرات الخلفاء الراشدين. وإلى حضرات الأئمة المجتهدين. وإلى حضرة إمامنا الشافعي رضي الله. وإلى حضرة أبي حنيفة الكوفي رضي الله. وإلى حضرة مالك بن أنس رضي الله. وإلى حضرة أحمد بن حنبل رضي الله. وإلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني. وإلى حضرة سلطان العارفين الشيخ أحمد الكبير الدفاعي. وإلى حضرة علي بن الحسن الشاذلي قدس الله.
وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله، وإلى حضرة قطب الزمان السيد علوي المنبرمي قدس الله، وإلى حضرات جميع أوليائك كلهم من مشارق الأرض إلى مغاربها، وإلى حضرات من دفنوا في هذه البلدة من المؤمنين والمؤمنات والمسلمين والمسلمات، وإلى حضرات من دفنوا في أقطار الأرض من المؤمنين والمؤمنات والمسلمين والمسلمات والأولياء أمهاتنا وأجدادنا وجداتنا وعمامنا وعماتنا وأخوالنا وخالاتنا وإخوتنا وأخواتنا وأقاربنا كلهم أجمعين. اللهم وإلى حضرات من دفنوا حول هذا المسجد من المؤمنين والمؤمنات والمسلمين والمسلمات، اللهم نوّر مرقدهم ونوّر ذريحهم وتقبل حسناتهم وتجاوز عنهم يا رب العالمين. جعلنا وإياهم من عبادك الصالحين الفائزين يا رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه سيدنا مولانا محمد. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ തമ്പുരാനെ, ദർസിൻ്റെ വാർഷികമാണ്. അല്ലാഹുവേ, ഈ പള്ളിയിൽ ദർസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം പടച്ചവനെ. നമ്മളെ ബദാരിമിൻ്റെ ഈ ദർസ് അല്ലാഹുവേ നീ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ദീർഘകാലം ദർസ് നടത്താൻ അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ, നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. അനേകം കാലം ഈ നാട്ടിൽ ദർസ് നടത്താൻ അദ്ദേഹത്തിന് നീ നിൻ്റെ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ ദർസിൽ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ വന്ന് ഓതി പഠിക്കുന്ന ദർസാക്കണം പടച്ചവനെ. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ദർസ് നീ ദായിമാക്കണം പടച്ചവനെ. ദീർഘായുസ് കൊടുക്കണം പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണം പടച്ചവനെ, നല്ല തൗഫീഖ് കൊടുക്കണം പടച്ചവനെ. ദർസ് നടത്താൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ഞങ്ങളെ മരണം വരെ ദർസ് നടത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ഞങ്ങളെത്ത് ഓതിപ്പടിക്കുന്ന മുതാലിമീങ്ങളൊക്കെ നീ ആലിമീങ്ങളാക്കണം പടച്ചവനെ, ആലിമീങ്ങളാക്കണം പടച്ചവനെ. അനേകം കാലം ദർസ് നടത്തിയ ആളാണ് കുഞ്ഞിമാം ഫൈസി. അല്ലാഹുവേ, ദീർഘായുസ് കൊടുക്കണം പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണം പടച്ചവനെ. അല്ലാഹുവേ, അനേക കാലം ദർസ് നടത്തിയ ആളാണ്. ഞാൻ കഴിഞ്ഞ ഈ ഭാഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ഇപ്പോൾ ദർസ് തിരൂർ ഭാഗത്ത് ദർസ് ഉണ്ട് എന്ന് പറയും. അല്ലാഹുവേ, നല്ല മുദരിസാണ്, നല്ലോണം കിതാബ് തിരിഞ്ഞ ആളാണ്. അല്ലാഹുവേ, 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 അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണം പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണം പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ മക്കളിലും അദ്ദേഹത്തിൻ്റെ ഇൽമിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലും ഒക്കെ ബറക്കത്ത് ചെയ്യണം പടച്ചവനെ. അതുപോലെ തന്നെ ഈ പള്ളിയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലാഹുവേ നല്ല അവരൊക്കെ നീ ആലിമീങ്ങളാക്കണം പടച്ചവനെ, ആലിമീങ്ങളാക്കണം പടച്ചവനെ. ഈ നാട്ടുകാരൊക്കെ നീ നന്നാക്കണം പടച്ചവനെ. ഈ പള്ളിൻ്റെ ചുറ്റുഭാഗത്ത് അന്തിയുറങ്ങുന്ന മോമിനീങ്ങൾ മോമിനാത്തിനിക്ക് നീ പുറത്തു കൊടുക്കണം പടച്ചവനെ. ഈ പള്ളിൻ്റെ ചുറ്റുഭാഗത്ത് ബഹുമാനപ്പെട്ട അനന്താവൂര് ബീരാൻകുട്ടി മുസ്ലിയാർ മറവ് ചെയ്യപ്പെട്ട പള്ളിയാണ്. അല്ലാഹുവേ, അനേകം കാലം ഈ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനാണ് ബീരാൻകുട്ടി മുസ്ലിയാർ. എനിക്ക് നല്ലോണം പരിചയമുള്ള ആളാണ്. അല്ലാഹുവേ, ആ മഹാൻ്റെ ഖബർ നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കണം പടച്ചവനെ, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കണം പടച്ചവനെ. കിതാബിലൊക്കെ നല്ലോണം കഴിവുള്ള മഹാപണ്ഡിതനാണ് ബീരാൻകുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ അഞ്ചന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഓതിയത്. അല്ലാഹുവേ, കിതാബ് നല്ലോണം കഴിവുള്ള മഹാപണ്ഡിതൻ. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ഖബറിനെ നല്ല വിശാലമാക്കി കൊടുക്കണം പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ ഇൽമിനെ സ്വീകരിക്കണം പടച്ചവനെ. നല്ല ഇല്ലിയീൻ എന്ന സ്വർഗത്തിൽ പാറിക്കടക്ക് കളിക്കുന്ന അല്ലാഹുവേ ആലിമീങ്ങളെ കൂട്ടത്തിൽ ആ മഹാനെ പെടുത്തണം പടച്ചവനെ. അർഹമുർ-റഹീമായ തമ്പുരാനെ, അല്ലാഹുവേ, 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 ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ പല ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളുണ്ടാവും. എല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണം പടച്ചവനെ. ഞങ്ങളൊക്കെ രോഗികളാണ് പടച്ചവനെ, ഗുളികൻ്റെയും മരുന്നിൻ്റെയും അടിമകളാണ് പടച്ചവനെ. മുട്ടുവേദന, ഊരവേദന, പുറം വേദന, കയ്യും കാലും വേദന, കഴുത്ത് വേദന, തലവേദന, നിത്യ ജലദോഷം, പ്രമേഹം, പ്രഷർ, അറ്റാക്ക്, കിഡ്നിൻ്റെ അസുഖം എല്ലാം ഉള്ള ആളുകളാണ് ഈ ഇരിക്കുന്നത്. അല്ലാഹുവേ, എല്ലാ അസുഖങ്ങളും നീ സുഖമാക്കി
ആഫിയത്തിനെ പ്രദാനം ചെയ്യണം പടച്ചവനെ. സിഹത്തും സലാമത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യണം പടച്ചവനെ. ഈ ദർസ് നടത്തുന്ന കമ്മിറ്റിക്കാർ അള്ളാഹുവേ, നാട്ടിലെ ഉമറാക്കൾ എല്ലാവർക്കും അള്ളാഹുവേ റാഹത്തോടുകൂടി നല്ല രൂപത്തിൽ ഈ നാട് ഭരിക്കാൻ, ഈ ദർസ് ഭരിക്കാനും നാട് ഭരിക്കാനും നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ഈ ദർസിനെ എപ്പോഴും കമ്മിറ്റിക്കാർ സഹായിക്കണം പടച്ചവനെ, സഹായിക്കാൻ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. അള്ളാഹുബേ ഞങ്ങൾ മുദരിസിനിക്ക് ദീർഘായുസ് കൊടുക്കണം പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണം പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ ഇൽമിലും അദ്ദേഹത്തിൻ്റെ മക്കളിലും അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിയിലും എല്ലാം ബറക്കത്ത് ചെയ്യണം പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കും അദ്ദേഹത്തിൻ്റെ ഓതിപ്പടിച്ച ആലിമീങ്ങൾക്കും ഒക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അള്ളാഹുവേ റാഹത്തും സലാമത്തും ദീർഘായുസ്സും കൊടുക്കണം പടച്ചവനെ. ഈ കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി, 2 കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി അനേകം ആൾ സ്ത്രീകളും പുരുഷന്മാരും സഹായിച്ചു. അതൊക്കെ നീ സ്വീകരിക്കണം പടച്ചവനെ. അർഹിക്കുന്ന പ്രതിഫലം എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം പടച്ചവനെ. നിന്നെ ഓർത്ത് ദിക്ർ ചെല്ലാനും അഷ്റഫുൽ ഖൽക്കിൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും എന്നും തഹജ്ജുദ് നിസ്കരിക്കാനും എന്നും ളുഹാ നിസ്കരിക്കാനും 5 വഖത്ത് നിസ്കാരം ഖളാ നിസ്കരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യണം പടച്ചവനെ. മരണം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനിക്ക് ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാൻ്റെ ആലിമീങ്ങൾക്ക് ദീർഘായുസ് നൽകണം പടച്ചവനെ, ആഫിയത്ത് നൽകണം പടച്ചവനെ. വഫാത്തായി പോയ അള്ളാഹുവേ സമസ്തൻ്റെ ആലിമീങ്ങൾ അള്ളാഹുവേ അവർക്കൊക്കെ എല്ലിയീൻ എന്ന സ്വർഗത്തിൽ ഉയർന്ന പദവി കൊടുക്കണം പടച്ചവനെ. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണം പടച്ചവനെ. റാഹത്തിലും സലാമത്തിലും ആക്കണം പടച്ചവനെ. അർഹമുർ-റാഹിമേ നല്ലോണം ദിക്ർ ചെല്ലാനും അഷ്റഫുൽ ഖൽക്കിൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം പടച്ചവനെ. ഞങ്ങളാരും നീ പെട്ടെന്ന് മരിപ്പിക്കല്ല പടച്ചവനെ, പെട്ടെന്ന് രോഗികളാക്കല്ല പടച്ചവനെ. ഞങ്ങളൊക്കെ ഗുളികൻ്റെയും മരുന്നിൻ്റെയും അടിമകളാണ് പടച്ചവന്. ഞങ്ങളെ രോഗങ്ങളൊക്കെ നീ സുഖമാക്കി ആഫിയത്തിനെ പ്രദാനം ചെയ്യണം പടച്ചവന്. സിഹത്തും സലാമത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യണം പടച്ചവന്. നിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണം പടച്ചവന്. അള്ളാഹുവേ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ദീർഘായുസ് നൽകണം പടച്ചവനെ. പാണക്കാട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തും ഇവിടെ സനത് വാങ്ങിയ കുട്ടികൾക്കൊക്കെ സനത് വിതരണം ചെയ്തും ഒക്കെ അള്ളാഹുവേ മഹാൻ്റെ ദീർഘായുസ് കൊടുക്കണം പടച്ചവന്, ആഫിയത്ത് കൊടുക്കണം പടച്ചവന്, ദീർഘായുസും ആഫിയത്തും കൊടുക്കണം പടച്ചവന്. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണം പടച്ചവന്. റാഹത്ത് SSLC പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ +2 ജയിക്കാൻ വേണ്ടി അതിനൊക്കെ അള്ളാഹുവെ ജയിക്കാൻ പറഞ്ഞ ആളുകളെ ആ കുട്ടികളൊക്കെ നീ വിജയിപ്പിക്കണം പടച്ചവന്. SSLC ജയിപ്പിക്കണം പടച്ചവന്, അതുപോലെ +2 ജയിപ്പിക്കണം പടച്ചവന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ അള്ളാഹുവെ അതൊക്കെ മദ്രസയിലെ പൊതുപരീക്ഷ നടക്കുകയാണ്. അള്ളാഹുവെ കുട്ടികളൊക്കെ നീ വിജയിപ്പിക്കണം പടച്ചവന്, വിജയിപ്പിക്കണം പടച്ചവന്, നീ വിജയിപ്പിക്കണം പടച്ചവന്. ഞങ്ങളെല്ലാവരെയും റാഹത്തിലും സലാമത്തിലും ആക്കണം പടച്ചവന്. വിജയികളെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും പെടുത്തണം പടച്ചവന്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബി ഉലമാഇനാ വ ഉമറാഇനാ. 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 اللهم ألف بين قلوب علمائنا وأمرائنا. اللهم ألف بينهم، اللهم ألف بينهم ولا تفرق بينهم يا أرحم الراحمين يا أرحم الراحمين. استجب كل دعواتنا، استجب كل دعواتنا، استجب كل دعواتنا
بمحض فضلك وكرمك وجودك يا أكرم الأكرمين ويا أرحم الراحمين. ربنا اغفر لنا وارحم والدينا كما ربونا صغارا وارحم مشايخنا اساتذتنا جميع المسلمين. ربنا تقبل منا انك انت السميع العليم، تب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.